നമസ്കാരം. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതും മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ എന്ന് സംശയം പ്രകടിപ്പിച്ച് ഭാര്യ ദീപ ഈശ്വർ. ശബരിമല പോലുള്ള വലിയ വിഷയങ്ങൾ നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതെന്ന സംശയമാണ് ദീപ പ്രകടിപ്പിച്ചത്. എല്ലാവരും ഇന്ന് കണ്ടന്റ് ക്രിയേറ്റർമാരാണെന്നും എന്നാൽ ചിലർക്കെതിരെ പരാമർശങ്ങൾ വരുമ്പോൾ അത് വലിയ പ്രശ്നമാവുകയാണെന്നും ദീപ അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്കെതിരെ പറയുമ്പോൾ അത് വലിയ ഇഷ്യൂ ആകുന്നു, എന്നാൽ പുരുഷന്മാർക്കെതിരെ എന്തും പറയാമെന്നൊരു അവസ്ഥയുണ്ടെന്നും അവർ പറഞ്ഞു. ഒരു വശം മാത്രം കാണരുത്. ഈ വിഷയത്തിൽ ആരാണ് തെറ്റുകാരൻ, ആരാണ് ശരിയെന്ന് പറയാൻ നമ്മൾ ആളല്ല. നോട്ടീസ് നൽകാതെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡി എടുത്തതെന്നും അവർ പറഞ്ഞു. നിലവിലിപ്പോൾ ലാപ്ടോപ്പ് ഉൾപ്പെടെയാണോ പിടിച്ചെടുത്തിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ? വീട്ടിൽ നിന്ന് ലാപ്ടോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് വീട്ടിൽ വന്ന് എടുത്ത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു, അങ്ങനെ സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 2 hours എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ തൈക്കാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പം ഇവിടെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുവന്നേക്കാണ്. ഇത് കഴിഞ്ഞ് നേരെ കോടതിയിലാണ്. പക്ഷെ ഇപ്പം 4 മണിയായി. ഇനിയിപ്പോൾ ഇന്ന് ബെയിൽ കിട്ടണം, അതാണ് പ്രതീക്ഷിക്കുന്നത്. അധിക്ഷേപ പരാമർശം നടത്തി എന്നാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? എന്താണ്? അല്ല, എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇപ്പം എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. എല്ലാവരും സ്വന്തമായിട്ട് കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷേ ചിലർക്കെതിരെ ഇതുപോലത്തെ പരാമർശങ്ങൾ വരുമ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആവുന്നു. അത് കൂടുതലും സ്ത്രീകൾക്കെതിരെ ആരെങ്കിലും പറയുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആവും. പുരുഷന്മാർക്കെതിരെ എന്തും പറയാം എന്നൊരു ഇതുണ്ട്. അപ്പം ഇതിലിപ്പോൾ ആരാ തെറ്റ് ശരിയെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നമ്മൾ ഒരു വശം മാത്രം കാണരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇത്രയും മറ്റ് വലിയ വിഷയങ്ങളൊക്കെ നിൽക്കുകയാണ്, വേറെ ശബരിമല വിഷയമൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അതെല്ലാം ഇല്ലാണ്ടാവണമെന്ന് തന്നെ പറയണം. അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ കൂടിയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് മനഃപൂർവ്വം ഒരു മറ്റൊരു വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്തു എന്നാണ് തന്നെ? അല്ല, അങ്ങനെ ആയിക്കൂടാന്നില്ല, അതാണ് പറഞ്ഞത്. അതേസമയം അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് പ്രചരിപ്പിച്ചു എന്നതാണ് രാഹുലിനെതിരെയുള്ള കേസ്. ഇതിന്റെ കൃത്യമായ തെളിവുകൾ രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. രാഹുലിന്റെ വീഡിയോ ജഡ്ജി കണ്ടതിന് ശേഷം ഇതിനെ തെളിവായി എടുത്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായപ്പോഴും ഇതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നതെന്നും രാഹുൽ പ്രതികരിച്ചിരുന്നു. തനിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്നും യുവതിയുടെ ഫോട്ടോ എവിടെയും ഇട്ടിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ വീണ്ടും ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ അതിജീവിതയെ അപമാനിച്ചതിന് റിമാൻഡിലായപ്പോഴും രാഹുൽ ആവർത്തിച്ചത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ പോരാട്ടം എന്ന രീതിയിലാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കള്ളക്കേസാണെന്നും ജയിലിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നുമാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചതും. റിമാൻഡിലാകുമ്പോൾ മെൻസ് കമ്മീഷൻ എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് രാഹുൽ കോടതിയിലെത്തിയതെന്നതും ശ്രദ്ധേയമാണ്. തന്റെ ആരാധക വൃന്ദത്തിന്റെ പിന്തുണയിൽ മതിമറന്ന് രാഹുൽ വിളിച്ചു പറയുന്ന പലതും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ റിമാൻഡിലായപ്പോൾ താൻ ജയിലിൽ നിരാഹാര സമരം തുടങ്ങുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസിൽ ചാനൽ ചർച്ചയിൽ സ്ഥിരമുഖമായി മാറിയ രാഹുൽ ഒളിവിൽ പോയ MLAക്കായി ശക്തിയുക്തം വാദിക്കുകയും ആ ആളുടെ പേരിലെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒടുവിൽ അങ്ങനെ ജയിലിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്.